നമസ്കാരം. കൊച്ചി പുറംകടലിൽ മുങ്ങിയ MSC എൽസ 3 എന്ന കപ്പലിലെ കണ്ടെയ്നറുകളിൽ എന്തൊക്കെ വസ്തുക്കളാണ് ഉണ്ടായിരുന്നത് എന്നതിന്റെ പൂർണ്ണ പട്ടിക നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ ഇപ്പോഴും വലിയ രീതിയിൽ സമുദ്രത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. കടലിൽ രാസപദാർത്ഥങ്ങൾ കടലുമായി ലയിക്കുമ്പോൾ വലിയ രീതിയിൽ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഒരു മാറ്റമുണ്ടാകും. കാൽസ്യത്തിന്റെയും കാർബണിന്റെയും സംയുക്തമായ കാൽഷ്യം കാർബണേറ്റാണ് 13 കണ്ടെയ്നറുകളിൽ ഉള്ളത്. ഇത് വെള്ളവുമായി ചേർന്നാൽ അസറ്റിലിൻ വാതകമുണ്ടാകും. പെട്ടെന്ന് തീപിടിക്കാൻ സാധ്യത കൂടുതലാണ്. മനുഷ്യ ശരീരവുമായി നേരിട്ടുള്ള സമ്പർക്കം പലതരത്തിൽ അപകടകരമാണ്. ഇതിൽ 8 എണ്ണം മുങ്ങിയ കപ്പലിന്റെ അകത്തെ അറയിലും ബാക്കിയുള്ളവ പുറത്തുമാണുള്ളത്. കണ്ടെയ്നറുകളുടെ പൂർണ്ണ വിവരങ്ങൾ അധികൃതർ ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല. കപ്പൽ പരിശോധിക്കാൻ കമ്പനി അധികൃതർ ഇന്നെത്തും. കസ്റ്റംസിന് കൈമാറിയ പട്ടികയിൽ 4 കണ്ടെയ്നറുകളിൽ ക്യാഷ്, അതായത് പണമാണെന്നാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് നടന്ന പരിശോധനയിൽ ഇത് കാഷ്യൂ, അതായത് കശുവണ്ടിയാണെന്നും വ്യക്തമായതായി അധികൃതർ പറയുന്നു. കാൽഷ്യവും കാർബണേറ്റും പോളിമർ അസംസ്കൃത വസ്തുക്കളും മാത്രമാണ് അപകടകാരികളായി കണ്ടെയ്നറിലുള്ളത്. പോളിമർ അസംസ്കൃത വസ്തുക്കൾ പ്ലാസ്റ്റിക് പേന മുതൽ കസേര വരെയുള്ള വസ്തുക്കൾ നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കളാണ്. മുഖ്യമായും പെട്രോളിയം ഉത്പന്നങ്ങളായ ഇവയെ വിവിധങ്ങളായ മോൾഡിംഗ് പ്രക്രിയയിലൂടെയാണ് മേൽപ്പറഞ്ഞ നിത്യോപയോഗ വസ്തുക്കളാക്കി മാറ്റുന്നത്. തീരത്തടഞ്ഞ പ്ലാസ്റ്റിക് ഉത്പന്നങ്ങൾ നിർമ്മിക്കുന്ന പോളിപ്രോപ്ലീൻ തരികൾ ഭക്ഷിക്കുന്നത് ജലജീവികളുടെയും അതോടൊപ്പം തന്നെ പക്ഷികളുടെയും ജീവന് ഭീഷണിയാണ്. 46 കണ്ടെയ്നറുകളിൽ തേങ്ങയും കശുവണ്ടിയും നട്ട്സുമാണ്. 39 കണ്ടെയ്നറുകളിൽ കോട്ടൺ, 71 കണ്ടെയ്നറുകളിൽ സാധനങ്ങളില്ല. 60 കണ്ടെയ്നറുകളിൽ പ്ലാസ്റ്റിക് വസ്തുക്കൾ നിർമ്മിക്കാനുള്ള പോളിമർ അസംസ്കൃത വസ്തു. 87 കണ്ടെയ്നറുകളിൽ തടിയാണ്. 643 കണ്ടെയ്നറുകളിലാണ് സർക്കാർ വിശദീകരിച്ചത്. പട്ടികയിലുള്ളത് 641 എണ്ണം. ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും കേവലം 14.6 നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ മുങ്ങിയത്. നിലവിൽ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുമുള്ള നടപടികൾ ഉണ്ടാകാതായതോടെ വലിയ പ്രതിഷേധമാണ് എങ്ങും അലയടിക്കുന്നത്, പ്രത്യേകിച്ച് തീരദേശ മേഖലകളിൽ. കൂടാതെ ഷിപ്പിംഗ് മന്ത്രാലയം ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോവുകയാണ്. ചരക്ക് കപ്പലായ MSC എൽസ 3 കണ്ടെയ്നറുകളിലുണ്ടായിരുന്ന കാൽഷ്യം കാർബണേറ്റ് മുതൽ തേങ്ങ വരെയെന്ന് റിപ്പോർട്ടുണ്ട്. കടലിൽ വലിയ രീതിയിൽ ഈ രാസവസ്തുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾ മത്സ്യം ഉൾപ്പെടെ വാങ്ങുന്നതിലും വലിയ രീതിയിൽ ഒരു വിമുഖത കാണിക്കുന്നുണ്ട്. രാജ്യസുരക്ഷയെ തന്നെ ഒരു രീതിയിൽ പിടിച്ചു കുലുക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു സാധനങ്ങൾ കപ്പലിലുണ്ടോ എന്നടക്കമാണ് പരിശോധിക്കുന്നത്. കാരണം നേരത്തെ തന്നെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്, ഈ MSC എൽസ 3 എന്ന കപ്പൽ കടലിലേക്ക് മുങ്ങിയ സമയത്ത് അതിലൊരു ബോക്സ് ഈ കടപ്പുറത്ത്, അത് കടൽ തീരത്ത് അടിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഒരു ആയുധങ്ങളുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങളും കുറച്ച് വെടിക്കോപ്പുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്നത് അത് ഏതെങ്കിലും തരത്തിലൊരു ആക്രമണത്തിനുള്ള ഒരു സംവിധാനമാണോ എന്നടക്കമാണ് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ ഒരു വാർത്ത നമ്മളന്ന് പുറത്തുവിട്ടിരുന്നു. 640 കണ്ടെയ്നറുകളാണ് കടലിൽ ഒഴുകി നടക്കുന്നത്. ഇതിൽ കുറച്ച് കണ്ടെയ്നറുകൾ കാലിയാണ്. അതിലുള്ള സാധനങ്ങൾ എവിടെ പോയി എന്നതിനെക്കുറിച്ച് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. കാരണം ഈ 640 കണ്ടെയ്നറുകളെല്ലാം തന്നെ കടലിലേക്ക് മുങ്ങിയതോടുകൂടി കുറച്ചൊക്കെ തീരത്തടിഞ്ഞു, ബാക്കിയൊക്കെ കടലിന്റെ ആഴത്തട്ടിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ വലിയ വ്യാപകമായിട്ട് ഈ കെമിക്കലെല്ലാം, അതായത് ആ കണ്ടെയ്നറിനകത്തുള്ള രാസപദാർത്ഥങ്ങളെല്ലാം തന്നെ കടലിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ മീനിലേക്ക് പടർന്നിട്ടുണ്ടാകാം, ചിലപ്പോൾ മീൻ ഭക്ഷിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ മത്സ്യമെല്ലാം തന്നെ വാങ്ങിക്കുന്നത് ഒഴിവാക്കി എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ വയറ്റത്തടിക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ കയ്യിലേക്കാണ്. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം, അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ പെട്ടിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. കാരണം അവരുടെ അന്നുള്ളൊരു ജീവമാർഗമാണ് കടലിൽ പോയി മീൻ പിടിച്ച് കൊണ്ടുവന്ന് ആ മീൻ വിറ്റ് കിട്ടുന്ന പൈസയാണ് അവർ അന്നുള്ള ഒരു നിത്യോപയോഗത്തിനായി അവർ ചെലവഴിക്കുന്നത്. അപ്പോൾ ഇപ്പൊ തന്നെ ട്രോളിംഗ് നിരോധനമുണ്ട്. അതായത് കനത്ത മഴയായതുകൊണ്ട് തന്നെ പലയിടത്തും മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവുണ്ട്. കൂടാതെ ഈ കപ്പലും കൂടെ മറിഞ്ഞതോടുകൂടി ഇതിന്റെ ഇന്ധനമടക്കം രാസപദാർത്ഥങ്ങളടക്കം കടലിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നതുകൊണ്ട് ഇവർക്കൊരു വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്താണ് എന്നത് വ്യക്തമായി അറിയാനുള്ള ഒരു അവകാശം ഇവർക്കുണ്ട് എന്നതും ഇവർക്ക് അതിനുവേണ്ടി ഒരു നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ ഇവർക്ക് 6 കിലോ അരിയും 1000 രൂപയുമാണ് നഷ്ടപരിഹാരമായി നൽകിയത്. ഇത് തന്നെ മത്സ്യത്തൊഴിലാളികൾ പുച്ഛിച്ചു തള്ളുകയാണ്. കാരണം 1000 രൂപ കൊണ്ട് എന്ത് പ്രയോജനം, അല്ലെങ്കിൽ 6 കിലോ അരി കൊണ്ട് എത്ര ദിവസം പോകും എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് ഇവർ സംസ്ഥാന സർക്കാരിന് നേരെ ചോദിക്കുന്നത്. കാരണം ശരിയാണ്, 1000 രൂപ അരി കൊണ്ടും 1000 രൂപ കൊണ്ടും 6 കിലോ അരി കൊണ്ടും എത്ര ദിവസം കഴിച്ചു കൂട്ടാൻ പറ്റും എന്ന് സംസ്ഥാന സർക്കാർ അഥവാ ഭക്ഷ്യമന്ത്രി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.